اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഒരു മനുഷ്യന്റെ ആത്മാവിനേക്കുള്ളതായ വെള്ളം എന്താണ്, ഭക്ഷണം എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന്റെ ആത്മാവിനേക്കുള്ള മൂന്നാമത്തെ വിഷയം, ഒരു മനുഷ്യന്റെ ആത്മാവിനേക്കുള്ള ഇണ, മുജാലസാത്തു സ്വാലിഹീനൽ ഫുദ്ദലാ, അള്ളാഹുവിന്റെ ആരിഫീകളാകുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെടലാണ്. സ്വാലിഹീങ്ങളാകുന്ന ആളുകളുമായുള്ള ബന്ധമാണ് ഒരു മനുഷ്യനെ എവിടേക്ക് എത്തിക്കുക? അള്ളാഹുവിലേക്ക് എത്തിക്കുക. അപ്പൊ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ ഇണ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആളുകളുമാണ്. അവരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന് മാറ്റം വരുള്ളൂ. കാരണം അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ എന്ന് പറയുന്നത് അവരെ ഹൃദയം എപ്പോഴും അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഗോഡൌൺ ആണ്. എന്ത്? ഒരു മനുഷ്യന്റെ, ഒരാരിഫായ ഒരു മനുഷ്യന്റെ ആത്മാവ് അതിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്? അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. ഓരോ സെക്കൻഡിലും നമ്മൾ മമ്പുറത്ത് പോകലുണ്ട്, വെളിയങ്കോട് ഉമർഖാദിന്റെ ചാരത്ത് പോകലുണ്ട്, പല മഹാന്മാരെ ചാരത്ത് നമ്മൾ പോണെന്താ? ആരിഫീകളെ ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തജല്ലിയാത്ത്, നൂറാനിയത്ത്, മഅരിഫത്ത്, ആ ഒരു റഹ്മത്താകുന്ന മഅരിഫത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഹൃദയത്തിൽ. അവരുമായി നമ്മളൊരു കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയവും മാറും. നമ്മുടെ ഹൃദയവും മാറും. അതേതും അങ്ങനെയാണ്. ഒരു അത്തറ് കച്ചവടക്കാരൻ, ആ വ്യക്തി അത്തറ് ശരീരത്തിൽ പൂശിയിട്ടൊന്നുമില്ല. അത്തറ് ശരീരത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? പൂശിയിട്ടില്ല. അത്തറ് പൂശാതെ അദ്ദേഹം അത്തറ് കച്ചവടം ചെയ്യാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്നാലും എന്തിന്റെ സ്മെല്ലുണ്ടാവും? ഒരു അത്തറിന്റെ സ്മെല്ലുണ്ടാവും. കാരണം എന്താ? അദ്ദേഹത്തിന്റെ സഹവാസം നല്ല സുഗന്ധവുമായിട്ടാണ്. അത്തറുമായിട്ട് സഹവസിച്ച ആ മനുഷ്യന്റെ ശരീരത്തിലും അത്തറിന്റെ മണമുണ്ടാവും. എന്നതുപോലെ അള്ളാഹുവിന്റെ ആരിഫായ വലിയ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തജല്ലിയാത്തുകളാകുന്ന സുഗന്ധങ്ങൾ അടിച്ചു വീശുന്ന ആളുകളാണ്. വലിയുല്ലാഹി റൈഹാനുല്ലാഹി തആല ഫി അർളിഹി. ബഹുമാനപ്പെട്ട ഗൗസുല്ലാ നമ്മുടെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ റൈഹാനുല്ലാഹി തആല ഫി അർളിഹി, ഭൂമിയിലെ റൈഹാൻ പുഷ്പങ്ങളാണ് ആരിഫീങ്ങളാകുന്ന ആളുകൾ. അപ്പൊ ആ സുഗന്ധം എന്ത് ചെയ്യും? അവരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കും എന്ത് ചെയ്യും? അതടിച്ചു വീശും. അതിന്റെ ഒരു അശിഅത്ത്, ഒരു ചെറിയ കിരണം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോ അതിങ്ങനെ പിന്നെ കത്തി നീറിപ്പൊടിച്ച് പിന്നെ അത് വലിയ പ്രകാശമായി, പ്രകാശഗോളമായി നമ്മുടെ ഹൃദയം മാറി വരും. അപ്പൊ ഒരു മനുഷ്യന്റെ ആത്മാവിനേക്കുള്ളതായ ഇണ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളാണ്. അവരുമായി ബന്ധപ്പെടുമ്പോഴേ നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവൊക്കെ മാറുള്ളൂ. നമ്മള് ശരീരത്തിലേക്ക് വല്ല അസുഖങ്ങളും വരുമ്പോ നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്നുണ്ട്. തലക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ തലന്റെ ഡോക്ടറെ പോയി കാണും. കണ്ണിന് വല്ല പ്രശ്നം വന്നാൽ കണ്ണിന് ഡോക്ടറെ കാണും. വയറിന് വല്ല പ്രശ്നം വന്നാൽ ഗ്യാസ്ട്രോ കാണും. എല്ലിന് വല്ല പ്രശ്നങ്ങളും വന്നാൽ ഓർത്തോ ഡോക്ടറെ കാണും. ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുണ്ട്. എന്നതുപോലെ ഒരു മനുഷ്യന്റെ ആത്മാവിനെ ചികിത്സിക്കാൻ പറ്റുന്ന ചില ആളുകളുണ്ട്. സ്വയം ശുദ്ധിയുള്ളവരും മറ്റുള്ളവരെ ശുദ്ധിയാക്കാൻ കഴിവുള്ളവരുമായ മുറബ്ബിയായ മശായിഖന്മാർ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തുൽ കുബ്രയിൽ പറയുന്നുണ്ട്, ഇന്ന ദാഇറത്തുൽ ഔലിയ ലാ തൻഖതിഉ അബദാ
മിൻ അഖ്താബിൻ വ അബ്ദാലിൻ വ ഔതാദിൻ എന്നൊക്കെ കാണാൻ കഴിയും. അതായത് അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുടെ കറക്കം അത് ഇലാ യൗമിൽ ഖിയാമ, ഈ ലോകത്തുണ്ടാവും. മുറബ്ബിയായ മശായിഖന്മാര് ഖിയാമത്ത് നാള് വരെ ലോകത്തുണ്ടാവും. അവരെ കണ്ടെത്തൽ പ്രയാസമായിരിക്കും, അവരിലേക്ക് എത്തൽ പ്രയാസമായിരിക്കും. പഴയകാല സ്വാലിഹ്യങ്ങളാകുന്ന ആൾക്കാരൊക്കെ ഇപ്പത്തെ കാലത്ത് നമ്മളെത്തേക്ക് ഇങ്ങോട്ട് വരണം എന്നാ നമ്മളെ പല ആളുകളും ചിന്ത. ആരിഫ്യങ്ങളെ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. സത്യത്തിൽ ഒരു നിലക്ക് ആരിഫ്യങ്ങൾ നമ്മളാണ് തെരഞ്ഞെടുക്കുന്നത്, നമ്മൾ ആരിഫ്യങ്ങളല്ല തെരഞ്ഞെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മളല്ല ആരിഫ്യങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, ആരിഫ്യങ്ങൾ നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തബരീസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമിയെ ഇങ്ങോട്ട് വന്ന് കാണിയിരുന്നു. അതായത് തന്റെ ഹൃദയത്തിലുള്ള അമാനുഷികമായ അത്രയും ഉന്നതമായ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഗോഡൌൺ എവിടെ? ആ ഗോഡൌണ് അത്രയും ഉന്നതമായ തസവുഫിന്റെ ഉന്നതമായ അറിവുകൾ നിറക്കാൻ മാത്രം, അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കാണ് അതിന് കഴിയുക? എന്നെ ഉൾക്കൊള്ളാൻ ആർക്കാണ് കഴിയുക? എന്നെ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? ആ സമയത്താണ് അതിന് പറ്റിയ ഒരു മനുഷ്യനെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തബ്രീസ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നത്. ആര്? സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. ആ സംഭവം വിശാലമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൊക്കെ വിശാലമായി നമുക്കത് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ഇണ, ആത്മാവിന്റെ ഇണ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളാണ്. അവരുമായി ബന്ധപ്പെട്ടാലേ നമ്മുടെ ഹൃദയത്തിന്റെ രോഗം മാറുള്ളൂ. അവര് ചില ദിക്റുകൾ ചെല്ലാൻ തരും. നീ ഇത് സുബഹിന്റെ ശേഷം ചൊല്ലിക്കോ, നീ ഇത് അസുറിന്റെ ശേഷം ചൊല്ലിക്കോ, നീ മഗ്രിബിക്ക് ശേഷം ചൊല്ലിക്കോ, 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം ചൊല്ലിക്കോ, ആഴ്ചയിൽ ഒരു തവണ ചൊല്ലിക്കോ, നീ ഇതും കൂടി ചെല്ലുകയാണെങ്കിൽ ഒന്നുകൂടി നിനക്ക് ഉഷാറാകാം എന്നൊക്കെ പറയും. ആ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് അടിഞ്ഞുകൂടിയ അഹങ്കാരം, അസൂയ, ഉൾനാട്യം, അകപ്പെരുമ, കാമവികാരം, ഗീബത്തിന്റെ, നമീമത്തിന്റെ, അമ്മാറത്തുൽ ഉവ്വാമത്തിന്റെ ഒക്കെ മനസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ ആരിഫീങ്ങൾ തരുന്ന ഗുളികകളാകുന്ന ആ ദിക്റുകൾ കൊണ്ടും സലാത്തുകൾ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കഴിയുള്ളൂ. അത് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകക്കാരാകുന്ന ചില സഹാബികൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അൻവാറുൽ ഖുദ്സിയുടെ മുഖദ്ദിമയിൽ തന്നെ വളരെ വ്യക്തമായി അലി റളിയല്ലാഹു അൻഹുവിற்கு ത്വരീഖത്ത് നൽകിയത് വിശാലമായി അവിടെ സംസാരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിற்கு നൽകിയത്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിற்கு നൽകിയതൊക്കെ വിശാലമായി പറയുന്നുണ്ട്. അപ്പോ ഒരു ശൈഖുമായി ബന്ധപ്പെട്ടാലല്ലാതെ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടിയ മ്ലേച്ഛമായ ആ അമ്രാദുൽ ഖുലൂബുകളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. സ്വാലിഹീങ്ങൾ വേണം. ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങനെയാണ് സ്വാലിഹീങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുക, എന്നിട്ട് സ്വാലിഹീങ്ങളുമായി എങ്ങനെയാണ് സമ്പർക്കം പുലർത്തുക, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.